Hey, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഇത് സാറ്റർഡേ ആണ്, 21 ഡിസംബർ. ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ആക്ച്വലി ഇൻട്രോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചത് എനിക്ക് പറ്റിയില്ല. ഇറ്റ് വാസ് ലൈക്ക് ഇന്നലെ എൻ്റെ ഓഫീസിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു കൊളീഗ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്യാങ്ങിൻ്റെ ഒരാളുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിരുന്നു ഞങ്ങളുടെ ഓഫീസിൽ. വേറെ ഒരു ജോബായി. അപ്പം അവൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. സോ ഇന്നലെ അവൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ക്രിസ്മസ് ഫംഗ്ഷനും ഉണ്ടായിരുന്നു. ആൻഡ് ഒരു മിക്സഡ് ഇമോഷൻ ഉള്ള ദിവസമായിരുന്നു ഇന്നലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രേഷൻ്റെ ഹാപ്പിനെസ് ഉണ്ട് നല്ലപോലെ, പക്ഷെ അവൻ പോകുന്നതിൻ്റെ വിഷമമായിരുന്നു ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഈ വ്ളോഗിൽ ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇന്നലത്തെ ആ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ്. കാരണം ഇത് നാളെ എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഭയങ്കര ഒരു മെമ്മറി അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ വ്ളോഗിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടോട്ടലി. പിന്നെ അവനോട് അവൻ പേപ്പർ ഇട്ട സമയത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ പേപ്പർ ഇടാൻ പോവാണെന്നുള്ളത്. അപ്പം അന്ന് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഇന്നലെ അവൻ ഇറങ്ങുന്ന നിമിഷം വരെയും ഓരോ ദിവസവും ഭയങ്കര എന്താ പറയുക വിഷമമുള്ള ദിവസമായിരുന്നു. ഇപ്പം നമ്മൾ ഒന്നിച്ചുള്ള ടീ ബ്രേക്സ്, ട്രിപ്പ്, പിന്നെ എന്ത് കാര്യമാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്, ഓഫീസിലാണെങ്കിലും പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും ഒക്കെ അതൊക്കെ ഒത്തിരി മിസ് ചെയ്യും. പിന്നെ ഞങ്ങൾ മാത്രമായിരുന്നില്ല, ഞങ്ങൾ ഫാമിലീസ് തമ്മിൽ നല്ല കണക്ഷൻ ആയിരുന്നു. എൻ്റെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. ആൻറ്റിയുടെ ഫുഡൊക്കെ ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്യും ആക്ച്വലി. എത്ര ആണെങ്കിലും അവൻ വേറെ കമ്പനി പോയാലും നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ കാണും. പക്ഷെ എന്നാൽ കൂടി വാസ് ലൈക്ക് അവിടെ പോകുമ്പോൾ പുതിയ ഫ്രണ്ട്സ് ആവും. അവൻ ഡെയിലി കാണുന്നത് അവരെ ആയിരിക്കും, ഡെയിലി അവരുടെ കൂടെ ആയിരിക്കും. അവൻ ഇത്ര നാൾ നമ്മുടെ കൂടെ ആയിരുന്നു, ഇത് തൊട്ട് അവരുടെ കൂടെ ആയിരിക്കും ടീമിലേക്ക് പോവുക, അത് ഇതൊക്കെ. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അവനും അവിടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ എന്തായാലും ആദ്യം മിസ് ചെയ്യും. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ടീ ബ്രേക്സ് പോകുമ്പോഴാണെങ്കിലും ട്രിപ്പ് പോകുമ്പോഴാണെങ്കിലും എല്ലാ കാര്യത്തിനും ഓർമ്മ വരും, അല്ലെങ്കിൽ മിസ് ചെയ്യും അവനെ നല്ലപോലെ. അവരോട് നേരിട്ട് ഇതൊന്നും പറയാൻ എനിക്ക് പറ്റില്ല, ഞാൻ പറയില്ല. ഇത് നീ കാണുമ്പോൾ കേൾക്കട്ടെ, അത്രേ ഉള്ളൂ. നമ്മുടെ ഫേവറേറ്റ് മൊമെന്റ്സ് ആയിട്ടുള്ള ഓഫീസിലെ ടീ ബ്രേക്സും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി മിസ് ചെയ്യും. ഞാനല്ല, നമ്മളെല്ലാവരും മിസ് ചെയ്യും. ആൻഡ് എന്താ പറയാ, അവൻ നമ്മുടെ ലൈഫിലൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ ഒരു നല്ല വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവൻ പോയി കഴിയുമ്പോൾ അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് വരാൻ പോവുകയാണെന്നുള്ളത് ശരിക്കും അവൻ ഇറങ്ങി കഴിഞ്ഞ് പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. ഇന്നലെ അങ്ങനെ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേനും നല്ല വിഷമം വന്നു, നല്ല കരച്ചിൽ വന്നു എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു മിക്സഡ് ഇമോഷനാണ് ഇപ്പോൾ ഉള്ളത് കറൻ്റ്ലി. പിന്നെ പിന്നെന്താ പറയാ, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവന് നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് അവൻ പോയത്. സോ അവന് നല്ലൊരു ഫ്യൂച്ചർ വിഷ് ചെയ്യുന്നുണ്ട്. അവിടെ പോയിട്ട് നല്ല അടിപൊളിയാവട്ടെ, അങ്ങനെയൊക്കെ. അപ്പം ഇനി അങ്ങോട്ട് കുറച്ച് ഇന്നലത്തെ ഞങ്ങളുടെ ഇന്നലത്തെ തിരണ്ട ഡേ പ്ലസ് ഞങ്ങളുടെ സെലിബ്രേഷൻ്റെ വീഡിയോസ് ഒന്നും ഫ്ലോറിനകത്ത് ഇല്ല. സോ അതില്ല. കുറച്ച് പിക്ചേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഇന്നലത്തെ ദിവസം അവൻ്റെ ഇമോഷൻസ്, ഞങ്ങളുടെ ഇമോഷൻസ്, ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഞാൻ ഇന്നലെ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. ഓക്കേ. സുന്ദരിയായിട്ടുണ്ടോ ഞാൻ? സുന്ദരിയായി. പിന്നെ പണ്ട് നീ സുന്ദരിയാണ്ട് പിന്നെ പറയണോ? നമ്മൾ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? ക്യാബ് വരുവോ? എനിക്ക് ക്യാബിന് പേരില്ല, അവനുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ നിന്ന് ക്യാബ് ഉണ്ടോന്ന് അറിയാം. സമയം 32 ഇതുവരെ ക്യാബ് വന്നിട്ടില്ല. നമ്മൾ ഇന്ന് ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാ? എന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ. അത് മാത്രമൊന്നുമല്ല, ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട്. അതായത് ഇവന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേക്ക് നമ്മൾ ഒരുങ്ങിക്കെട്ടി പറഞ്ഞ എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. ശരി, ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിട്ട് എന്താണ് ഫീലിങ്സ്? മിക്സ്ഡ് ഇമോഷൻ. ഓക്കെ, ഹാപ്പി? ഹാപ്പി എന്ന് പറഞ്ഞാൽ ഹാപ്പി, സാഡ് എന്ന് വെച്ചാൽ സാഡ്. ഓക്കെ, എന്നെ മിസ് ചെയ്യോ? എന്തായിരിക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ? പോടാ, ഐ മീൻ സംസാരം, ചിരി, ശല്യപ്പെടുത്തുന്നത്, വാട്ട്? ഇല്ല. A person in whole. ഓ മൈ ഗോഡ്.
അതായത് എന്നെ മൊത്തത്തില് കൊള്ളാന്നാണ് ഉദ്ദേശിച്ചത്. എന്റെ ഒന്നും എടുത്ത അങ്ങനെയല്ല ഇല്ല, മൊത്തത്തില് സൂപ്പറാണ് ഞാൻ. അതുകൊണ്ട് അവന് എല്ലാം മിസ് ചെയ്യും. നമ്മളെ ട്രിപ്പ് വിളിക്കണേ. ഞാൻ ഫോണിലേക്ക്. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് സെലിബ്രേഷൻ അന്ന് വണ്ടി വന്നേ ക്യാബ് വന്നു. അപ്പൊ ബൈ. അങ്ങനെ ക്യാബ് വന്നു. ക്യാബിൽ കയറി ഞാനും കിരണും ഇവിടെ നിന്ന് കയറി. ഞങ്ങളുടെ കൂടെയുള്ള ആനന്ദ് വേറൊരു പോയിന്റിൽ നിന്നാണ് കയറിയത്. അപ്പം കിരൺ എന്നോട് പറയുമായിരുന്നു ക്യാബിൽ കയറുന്നു, ഒന്ന് വീഡിയോ എടുക്കുമെന്ന്. അങ്ങനെ ക്യാബിലൊക്കെ കയറി ഞങ്ങൾ എപ്പോഴും ബാക്ക് സീറ്റിലിരിക്കാറ്. അപ്പം അവിടെയൊക്കെ പോയിരുന്നു. പിന്നെ ആനന്ദ് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. നമ്മള് മൂന്നുപേരും കൂടെ ക്യാബിൽ ഇന്ന് ലാസ്റ്റ് ആയിരിക്കും അല്ലേ? ഇന്ന് ലാസ്റ്റ് അല്ലേ നമ്മള് മൂന്നുപേരും ക്യാബിൽ പോണേ? ശരിയാണ് പോണേ. ഭയങ്കര ഇനി കിരണിന്റെ ഗേൾ ഫാൻസ് ഒക്കെ ആനന്ദിനെ കിട്ടും, അതിന്റെ ഒരു സന്തോഷം. ബാനു പറ, കിരൺ പോണേല് വിഷമമുണ്ടോ? മാസ്ക് മാറ്റിട്ട് പറ കിരൺ പോണേല് വിഷമമുണ്ടോ? വാക്കുകളിതൊന്നും പറയാൻ പറഞ്ഞില്ല വിഷമം കൊണ്ട്. പക്ഷെ യഥാർത്ഥ ഫാൻകൾ അതിന്റെ അടുത്തിരിക്കുന്നത് എനിക്കറിയാം. പാത്തി പറ കിരൺ പോണേനെ കുറിച്ചുള്ള. അയ്യോ, ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ പറ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യെന്ന് പറ. ഇല്ല, ഭയങ്കര സന്തോഷം. എന്നിട്ട് കരയണം അവളിരുന്നു. ഇല്ല, വീഡിയോ എടുക്കണ്ട. അതാണ് അവർക്ക് സങ്കടം, വേറെ ഒന്നുമല്ല. ഞാൻ പോണേനല്ലേ അവർക്ക് സങ്കടം. എൻഡോസ്മെന്റ് ആരെടുത്ത് ചോദിക്കും. കിരൺ ചേട്ടൻ ഉണ്ടെങ്കിൽ എൻഡോസ്മെന്റ് ചെയ്യേണ്ടത്. അത് നല്ല ചേച്ചി. എന്നാലും കിരൺ പോണേല് വിഷമമുണ്ടോ? കിരണിന്റെ ഗേൾ ഫാൻസ്. അങ്ങനെ ഞങ്ങൾ ഓഫീസിലെത്തി. കിരണിന്റെ കുറച്ച് ഗേൾസ് ഫാൻസിന്റെ ഇത് മാത്രമായിട്ടോ കേട്ടത്, ബാക്കിയുള്ള കുറെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് പറ്റിയില്ല. ആ ഒരു സമയത്ത് അതിനൊന്നും ശരിക്കും തോന്നിയില്ല. ഇപ്പൊ കിരൺ തന്നെ നടന്നു പോകുന്നത് ഒരു മിക്സഡ് ഇമോഷനിലാണ് പോകുന്നത്. ലൈക്ക് പിന്നെ ഞങ്ങൾ ഓഫീസിൽ കയറി. പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നത് ഉച്ചയ്ക്കാണ്. ഇവരെല്ലാവരും ലൈക്ക് എന്നെ അങ്ങനെ പറയായിരുന്നു, വ്ളോഗിൽ വരുന്നില്ല എന്നാൽ പിന്നെ ഞങ്ങളെയും കൂടെ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അല്ല, ഞങ്ങൾക്ക് അകത്ത് ക്യാമറ ആക്സസ് ചെയ്യും. സോ ഞങ്ങൾ വർക്കിനൊക്കെ കയറിയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ടോപ്പിക്. ലാസ്റ്റ് ഡേ അല്ലേ, വർക്കിങ്ങിൻ്റെ, അങ്ങനെയൊക്കെ കുറേയൊക്കെ പറഞ്ഞു നിന്നിട്ട് ഞങ്ങൾ അവിടുത്തെ ബാൽക്കണി പോയായിരുന്നു. അതായത് ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് ഓഫീസ് ആനുവൽ ഡേക്ക് ഒരു വൗച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അവൻ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നിട്ട് വൗച്ചർ സ്വിഗ്ഗിയിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെ പിന്നെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. അവിടെ നിന്നുള്ള ഞങ്ങളുടെ ഓഫീസിൻ്റെ പുറത്തോട്ടുള്ള വ്യൂ ആട്ടോ ഭയങ്കര രസമായത്. പിന്നെ അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ഇമോഷണലൊക്കെ ആയി ഞങ്ങൾ ലൈക്ക് രണ്ട് കൂടെ ഓരോന്നൊക്കെ സംസാരിച്ചിട്ട് പിന്നെ ഇന്ന് എല്ലാവർക്കും സ്റ്റാറ്റസ് ഇടണമല്ലോ രണ്ട് കൂടെ ഉള്ള. അങ്ങനെ പിന്നെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ വിശന്ന് കുടലരിയുന്നുണ്ട്, ഫുഡ് എവിടെ എത്തിയെന്ന് നോക്കുന്നുണ്ട്, 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേനും ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള ഓഫീസിലെ ഡെക്കറേഷൻ ആയിരുന്നു. അതിൽ ക്രിസ്മസ് പപ്പ കാണാൻ നല്ല ക്യൂട്ടല്ലേ, അപ്പോൾ അതേപോലെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആനന്ദ് പോയതായിരുന്നു. പക്ഷെ അതുപോലെ ഒന്നും എത്തിയില്ല. പിന്നെ ചുമ്മാ ഒരു ക്യൂട്ട്നെസ് ഓവറിലോട്ട് വാരി വിതറി. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് വർക്കിനൊക്കെ കയറി. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങുന്നത് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് കിരണിൻ്റെ സെൻഡ് ഓഫ് അതിന് വേണ്ടിയിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അവന് ഗിഫ്റ്റ്സ് കൊടുത്തു, ഞങ്ങളും ഗിഫ്റ്റ്സ് കൊടുത്തു. ഞങ്ങളെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് അവന് യൂസുള്ള കുറച്ച് സാധനങ്ങളാണ് മേടിച്ചു കൊടുത്തത്. അത് കണ്ടപ്പോൾ കിരൺ ഭയങ്കര ഇമോഷണലായിപ്പോയി. എന്തുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര ഇമോഷണലായിപ്പോയി. പിന്നെ ഇത്ര നാളത്തെ അവൻ്റെ മെമ്മറീസൊക്കെ അവനിങ്ങനെ ഓർത്തെടുത്ത് ലൈക്ക് അവന് ഓൾറെഡി വിഷമം ഉണ്ടായിരുന്നു. ആ ഒരു ടൈമായപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. കരയണോ എന്താണെന്ന് അറിഞ്ഞൂടാത്തൊരിത്. ഞങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ അവൻ കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോകും. സോ അവൻ എൻ്റെ അടുത്ത് നമ്മളടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ കരയരുത്, കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിക്ക്. സോ ഞങ്ങൾ കരഞ്ഞില്ല, മാക്സിമം പിടിച്ചു നിന്നു. പക്ഷെ അവനെ പിടിച്ചിരിക്കാൻ പറ്റിയില്ല, കരഞ്ഞുപോയി. സ്വാഭാവികം. അവൻ 3.5 വർഷം വർക്ക് ചെയ്തൊരു ഫേമാണ്. അവിടെയുള്ള അവൻ്റെ കൊളീഗ്സ്, ഫ്രണ്ട്സ് ലൈക്ക് ഫാമിലി, അതൊക്കെ അവൻ ഒത്തിരി മിസ് ചെയ്യും. ആ ഒരു ഇമോഷനാണ് അവനിപ്പോൾ ഈ കരയുന്നത്. എന്ത് പറയണം എന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ചിരിച്ചുകൊണ്ടാണ് അവനെ ഈ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്ന. പോട്ടടാ, കുഴപ്പമില്ല, നമ്മളിവിടെ നിന്ന് ഫ്രണ്ട്സ് മാത്രമല്ലല്ലോ, നമ്മൾ അതിൻ്റെ പുറത്തോട്ടും ഉണ്ടല്ലോ എന്നുള്ള രീതിക്ക്. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് പാവ കാണിച്ചു കൊടുക്കുന്ന പോലെ ഇത് കൊള്ളാമോ കിരൺ, ഇത് കൊള്ളാമോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവനെ ജസ്റ്റ് ഒന്ന് ചില്ലിയാക്കി കൂളാക്കിയൊക്കെ എടുത്തു. പിന്നെ എല്ലാവരും വന്നിട്ട് ലൈക്ക് പോട്ടെ കിരൺ ചേട്ടാ, സാരമില്ല കിരൺ ചേട്ടാ, അല്ല ഓക്കെ ആവും കിരൺ ചേട്ടാ എന്ന് പറഞ്ഞ് കിരൺ ചേട്ടൻ നല്ലപോലെ സമാധാനിപ്പിച്ചിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് ലൈക്ക് എല്ലാവരും വന്ന് അവന് കുറച്ച് ട്രെയിനിങ് സ്റ്റുഡൻസ് ഉണ്ട് അവൻ്റെ, അവരൊക്കെ അവന് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് മൊത്തത്തിൽ അവനൊന്ന് എന്താ പറയുക, ഇമോഷണലാണ്, ഹാപ്പിയാണ്, അങ്ങനത്തെ ഒരു വൈബിലായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ കൊടുത്ത അജ്മലിന് ഭയങ്കര ആത്മാർത്ഥത. കിരണിൻ്റെ കണ്ണീർ തുള്ളി വരെ അവൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അവൻ്റെ ആത്മാർത്ഥത ഒരു രക്ഷയില്ലാത്ത ആത്മാർത്ഥതയായിരുന്നു. അത് കഴിഞ്ഞ് ഇതൊക്കെ കിരണിൻ്റെ ഗേൾസ് ഫാൻസ് ആണ്. അയ്യോ, ഒത്തിരി ഗേൾസ് ഫാൻസ് ഉള്ള ഒരാളാണ് കേട്ടോ കിരൺ. അപ്പം അതിൽ കുറച്ച് പേരെ ഇവിടെ ഉള്ളൂ. അവരൊക്കെ വന്നിട്ട് അയ്യോ കിരൺ ചേട്ടാ കരയില്ലേ കിരൺ ചേട്ടാ എന്നൊക്കെയുള്ള രീതിക്ക് ചുമ്മാ അങ്ങനെയൊക്കെ പറഞ്ഞ് അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ചേട്ടനെ മിസ് ചെയ്യും ചേട്ടാ. അതിനിടയ്ക്ക് പട്ടിഷോ, ഇത് ദൈവമേ, ഇതൊക്കെ ഞാൻ ഇപ്പോഴാട്ടോ ശരിക്കും പറഞ്ഞാൽ കാണുന്ന കിരൺ. പക്ഷെ അവിടെ പറയുന്നത് ഇതൊന്നും നീ വ്ളോഗിലിടല്ലേ, എനിക്ക് വയ്യ, അങ്ങനത്തെ രീതിക്കായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവനെയും കൊണ്ട് ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. കാരണം അവൻ ആ ഒരു മൈൻഡ് ഒന്ന് മാറ്റണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവനെയും കൊണ്ട് ജ്യൂസ് കുടിക്കാൻ പോയി. ജ്യൂസ് കുടിക്കാൻ മാത്രമല്ല, അവിടെ അവനൊരു കുട്ടി സർപ്രൈസ് ഉണ്ടായിരുന്നു. ചേട്ടാ ലാസ്റ്റ് സപ്പർ വിത്ത് കിരൺ. ഇനി തൊട്ട് നമ്മള് ചായ കുടിക്കാൻ വരുമ്പോ കിരണിനെ മിസ് ചെയ്യോ? ഇല്ല, അത് ഫുഡിന്റെ രുചി അനുസരിച്ചിരിക്കും. നല്ല രുചി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും. ഇതായിരുന്നു അവനുള്ള സർപ്രൈസ്. അവനെയും കൊണ്ട് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പോയ കാര്യം. രമ്യ ചേച്ചി ഇന്ന് വരുന്ന കാര്യം ഞാൻ ഒഴിച്ച് വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു. ചേച്ചി വന്നത് അവന് ഭയങ്കര വലിയൊരു സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. അതാണ് നീ എവിടെ ഞാൻ എങ്ങനെ വരുന്നു? നീ വരില്ലെന്ന് പറഞ്ഞു ഇവിടെ. ഒരു മാംഗോ ജ്യൂസ് കൂടെ. ഗിഫ്റ്റ് വന്നേനാണോ കാര്യം പൈസ തിരിച്ചോ? ആ പൂച്ചക്കുട്ടിയാണോ അതിനകത്ത്? പൂമേര ജെട്ടി നിനക്കാൻ കിട്ടിയില്ല ഒരു ഷൂ. ബൂട്ട് നോക്ക് ചേട്ടാ, എനിക്ക് കിട്ടിയ നോക്ക് ചേട്ടാ, നോക്ക്. എക്സലന്റ്. ഞാൻ ചിക്കനെ പറ്റി പറഞ്ഞത്. ചിക്കൻ എക്സലന്റ്. അങ്ങനെ അവന് സർപ്രൈസ് ഒക്കെ കൊടുത്ത് അവനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു, കുറേ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇനി ഞങ്ങളുടെ ഈ ഒരു ഫേവറേറ്റ് സ്പോട്ടിൽ കിരണുമായിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് ഡിന്നർ ആണെങ്കിൽ ശരി, ഈവനിങ് സ്നാക്സ് ടീ ഒന്നും പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വാട്ട് എവർ, ഇന്ന് അത് ലാസ്റ്റ് ഡേ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്യണമായിരുന്നു, ചേച്ചിക്ക് വീട്ടിൽ പോകണമായിരുന്നു. ഇറങ്ങിയപ്പോൾ ചേച്ചിയുടെ കൺട്രോൾ കുറച്ചൊന്ന് പോയി. ചേച്ചി കരഞ്ഞു. ചേച്ചി എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു എന്താ പറയുക, വല്ലാത്തൊരു ഡേ ആയിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത മോസ്റ്റ് മെമ്മറബിൾ ഡേ. അവന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും. അവൻ്റെ ലാസ്റ്റ് ഡേ ആണോ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണോ എന്ന് അറിഞ്ഞൂടാത്തൊരു അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ. സോ അതായിരുന്നു ഇന്നലെ. ഭയങ്കര ഒരു മിക്സഡ് ഇമോഷനുള്ള ഒരു ഇതായിരുന്നു. അപ്പം നമ്മുടെ കൂടെ ഇത്രയും നാൾ ഒന്നിച്ചൊക്കെ ഉണ്ടായിരുന്നിട്ട് ഒരാൾ പോകുമ്പോഴത്തേനും അവിടെ ഭയങ്കര ഒരു 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 ഇത് തന്നെയാണ്. നല്ലപോലെ വിഷമം, കരയരുത് എന്ന് തീരുമാനിച്ചിട്ടാണ് പോയത് ഞാൻ. പക്ഷെ നമ്മളെക്കൊണ്ട് പറ്റിയില്ല, വിഷമം വന്നു. ബട്ട് എന്നാലും കൺട്രോൾ ചെയ്താണ് നിന്നത്. എനിക്കില്ല നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകടാ. കാരണം നമ്മൾ അങ്ങനെ ആയിരുന്നു, ഫാമിലി പോലെ ആയിരുന്നു, എൻ്റെ ബ്രദറിനെ പോലെ ആയിരുന്നു എനിക്ക്. നമ്മുടെ ആ ഒരു ഗ്യാങ് എന്ന് പറയുന്നത് ഒരു ഹോംലി ഫീലായിരുന്നു, ഒരു കംഫർട്ട് സോണായിരുന്നു. ഒരു കോർപ്പറേറ്റ് ലൈഫ് എന്നൊക്കെ പറയാമല്ലോ, അതിൽ ഒരു കംഫർട്ട് സോണായിരുന്നു അത്. അതിൽ നീ പോയി ഇൻ ദ സെൻസ് നീ നമ്മുടെ കൂടെ ആ ഒരു ഓഫീസിൽ ഇല്ലാത്തത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവും, ആ ഒരു ഇതുണ്ടാവും. അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്നും. ഇപ്പോൾ ഉള്ള ആ ഒരു സ്ഥാനം ലൈഫ് ലോങ് ഉണ്ടാവട്ടെ നമുക്ക്. ഇനി നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ, ഫ്യൂച്ചറിലുള്ളത് എല്ലാം. കീപ്പ് ഇൻ ടച്ച് കിര. പിന്നെന്താണ്, അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെ ദിവസം. കുറേ എന്താ പറയുക, വല്ലാത്തൊരു ദിവസമായിരുന്നു, കണ്ടു കാണുമല്ലോ. അങ്ങനെ അപ്പം അത്രയേ ഉള്ളൂ. സോ ഈ വീഡിയോ ആരും ഇല്ലെങ്കിൽ കിരണും പിന്നെ ഞങ്ങൾ ആ ഒരു ഗ്രൂപ്പെങ്കിലും നല്ലപോലെ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരൊക്കെ ബൈ.